സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഇന്ന് ആഷ് വെനസ്ഡേ, ആഗോള സഭ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് അറ്റ്ലാന്റയിൽ നിന്ന് സാലി പയസ് ഓർപ്പിച്ചതുപോലെ സൂറമലബാർ പൗരസ്ത്യ സഭകൾ തിങ്കളാഴ്ച നോയമ്പ് ആരംഭിച്ചു. അപ്പം ഇന്ന് ആഗോള സഭയിലെ തിരുവചനങ്ങൾ നമ്മളെ മാനസാന്തരത്തിലേക്ക്, ദൈവസന്നിധിയിൽ എളിമപ്പെടുവാനായിട്ട്, ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചൊരു വചനമുണ്ട്. പൗലോസ്ലീഹ കൊരിന്ത്യക്കാരോട് പറഞ്ഞ 1 കൊരിന്ത്യർ 15:50 പറയുന്നുണ്ട്, സഹോദരരെ, ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും, ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും, നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ലെന്നും ഞാൻ പറയുന്നു. അതായത് നമ്മൾ ഈ ലോകത്തിൽ ശരീരത്തിൻ്റെതായ മേഖല ദൈവരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ പറുദീസായിലേക്ക് പ്രവേശിച്ചത്. നമ്മൾ അവിടെ നിന്നാണല്ലോ പുറത്താക്കപ്പെട്ടത്. നമ്മുടെ നെറ്റിയിൽ ചാരം പൂശുമ്പോൾ നമ്മൾ കേൾക്കുന്ന വചനം അതാണ്. മനുഷ്യനെ പുറത്താക്കിയ ശേഷം ദൈവം പറഞ്ഞ ചില കാര്യങ്ങളിൽ ഒന്നാണ്, മനുഷ്യൻ മണ്ണാണ്, ഒരു മണ്ണാണ്, അവനെ മണ്ണിനോട് മല്ലിടാൻ. ഉൽപ്പത്തി 3:50 ഇങ്ങനൊരു വചനമാണ് പറഞ്ഞത്, മനുഷ്യൻ വെറും മണ്ണാണ്, മണ്ണിനോട് മല്ലിടാൻ അവനെ മണ്ണിലേക്ക് മടങ്ങുന്നത് വരെ, ഈ മണ്ണാണ് മണ്ണിലേക്ക് മടങ്ങുന്നത് വരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഞാൻ അധ്വാനിക്കും. അപ്പോൾ നമ്മളവിടെ കാണുന്നുണ്ട്, ഉൽപ്പത്തിയിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചതാണ്, ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ ശേഷം ഏദൻ തോട്ടത്തിൻ്റെ വാതുക്കൽ കെരൂബുകളെ കാവൽ നിർത്തി എല്ലാ വശത്തേക്കും കറങ്ങുന്ന തീ കൊണ്ടുള്ള ഒരു വാളും സ്ഥാപിച്ചു. ഇതൊക്കെ പണ്ട് നമ്മൾ ചിന്തിച്ചതാണ്. അതായത് ആ സ്നേഹത്തിൻ്റെ തീയാണത്. ആ ഒരു സ്നേഹം നമ്മൾ തീയായി മാറിയാൽ മാത്രമേ നമുക്ക് തിരിച്ച് പറുദീസായിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ്, കാരണം പറുദീസായിൽ നമ്മൾ പുറത്താക്കിയത് നമ്മൾ പാപത്തിൽ എന്ന് സാത്താൻ്റെ അടിമത്തത്തിൽ നിത്യതയിൽ, പറുദീസ മരണമില്ലാത്ത നിത്യതയാണ് അവിടെ. നമ്മൾ അവിടെ ആയിരുന്നെങ്കിൽ സാത്താൻ്റെ അടിമത്തിൽ, നമ്മുടെ സാത്താൻ്റെ മനോഭാവത്തിൽ എന്നും നിത്യമായി ജീവിക്കുമായിരുന്നു. ദൈവത്തിന് നമ്മളെ ഒരിക്കലും വീണ്ടെടുക്കാൻ പറ്റുകയില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മളെ പറുദീസായിൽ നിന്ന് പുറത്താക്കി. എന്ന് പറയുമ്പോൾ മരണമില്ലാത്ത അല്ലെങ്കിൽ അനശ്വരമായതിൽ നമ്മളെ നശ്വരമായ അവസ്ഥയിലേക്ക് ഇറക്കി വിട്ടു. ഈ ഭൂമിയിൽ നമ്മൾ ശരീരത്തിൽ ജീവിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മുടെ ആത്മാവിനെ സ്വന്തമാകാൻ, ആത്മാവിൻ്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് തിരിച്ച് പറുദീസായിലേക്ക് കയറേണ്ടവരാണ്. അല്ലെങ്കിൽ ആ തീജ്വാലയിലൂടെ നമുക്ക് തിരിച്ച് പറുദീസായിലേക്ക് കയറുമ്പോൾ ആ കറങ്ങുന്ന തീജ്വാലയിലൂടെയാണ് കടന്നു പോകേണ്ടത്. ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ടല്ലേ, നമ്മൾ ഈ ധനവാന്റെയും ലാസറിൻ്റെയും സംഭവം വായിക്കുമ്പോൾ അവിടെ പാവപ്പെട്ടവനായ ലാസർ ഈ ഭൂമിയിൽ ഒത്തിരി കഷ്ടത സഹിച്ചിട്ട് ശരീരത്തിൻ്റെതായ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ശരീരം മുഴുവനും വ്രണമായി വേദനയിൽ കഴിഞ്ഞ് ശരീരത്തിൻ്റെ ആ സന്തോഷമൊന്നും ഇല്ലാതെ കഴിഞ്ഞ ആ ലാസർ മരണം കഴിഞ്ഞപ്പോൾ ആത്മാവ് അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് എടുക്കപ്പെട്ടു. എന്ന് പറയുമ്പോൾ ദൈവത്തെ അവിടെ കാണുന്നില്ല, പക്ഷെ പറുദീസായിൽ ആ ദൈവത്തെ ആദരവായും കണ്ടിരുന്നില്ല. ദൈവസ്വരം കേട്ടിരുന്നു, ദൈവം തോട്ടത്തിൽ ഉലാത്തുന്ന ശബ്ദം കേട്ടു എന്ന് പറഞ്ഞു. പറുദീസ അനുഭവം ദൈവ സാന്നിധ്യമാണ്, നിത്യതയാണ്. പക്ഷെ ദൈവത്തെ കാണാനായിട്ട് നമുക്ക് സാധിക്കുക. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, വാനമേഘങ്ങളിൽ അവൻ എഴുന്നള്ളി വന്നു കഴിയുമ്പോൾ എല്ലാവരും എല്ലാ മിഴികളും അവനെ ദർശിക്കുമെന്ന് പറയുന്നു. നിത്യജീവനിലേക്ക് അവൻ നമ്മളെ അന്ത്യവിധി കഴിഞ്ഞ് പ്രവേശിപ്പിക്കുമ്പോഴാണ് എല്ലാ മിഴികളും അവനെ ദർശിക്കും. ഈ ഏദൻ തോട്ടം ഇന്ന് നമ്മൾ പറുദീസ എന്ന് പറഞ്ഞല്ല, ഈശോ കുരിശിൽ തൻ്റെ വലത്തുവശത്ത് കിടന്ന കള്ളനോട് പറഞ്ഞതായിരുന്നല്ലോ, നിന്റെ രാജ്യത്ത് വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഈശോ അവനോട് പറഞ്ഞാണ്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും, സ്വർഗത്തിലായിരിക്കും എന്നല്ല, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിന്ന് പുറത്താക്കപ്പെട്ടോ ആത്മീയ നിത്യജീവനിലേക്ക്, നിത്യതയിലേക്ക് നമ്മളെ തിരികെ പ്രവേശിപ്പിക്കാം. മരണമുള്ള ഈ ലോകത്തിൽ നിന്നും മരണമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഈ ശരീരത്തിന് കയറാൻ പറ്റില്ല. ഇല്ല, ഈ ശരീരം നമുക്ക് കർത്താവ് വേറൊരു ശരീരം തരുമെന്ന് പൗലോസ് പറയുന്നുണ്ട്, ആത്മീയ ശരീരം.
അപ്പം നമ്മൾ ഒരു ആത്മീയ ശരീരത്തിലൂടെ ആത്മീയമായിട്ട് ആ പറുദീസയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പം നമ്മൾ നെറ്റിയിലെ ചാരം പൂശുമ്പോൾ നമുക്കുള്ള തടസ്സം എന്താ? പലപ്പോഴും നമ്മൾ ചിന്തിച്ചാണ്, എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് നമ്മുടെ ആത്മാവിലേക്ക് ദൈവം കടന്നു വരാനായിട്ടാണ്. നമുക്കറിയാം. അപ്പോൾ ആരാധന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം, റോമർ 12 പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, ആരാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെയും ലോകത്തിൻ്റെതായി നമ്മളെ കൊണ്ടുപോകുന്ന സാത്താൻ്റെതായി നമ്മളെ മാറ്റുന്ന നമ്മുടെ ഈ ശരീരത്തെയും മനസ്സിനെയും അടിയറ വയ്ക്കുന്ന, അല്ലെ നമ്മൾ ഇന്ന് പറയണ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഉപവാസത്തോടും വിലാപത്തോടും കൂടെ. ഇന്ന് ആഗോള സഭയിലെ ഒന്നാമത്തെ വായന ജോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ്, 2-ാമത്തെ അധ്യായം. ഇപ്പോഴെങ്കിലും കർത്താവ് അരുളിച്ചത്, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടി നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. വസ്ത്രം കീറുക എന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങ് പോലെയാണ്. നമ്മൾ ഈ 50 നോമ്പിലേക്ക് ഒരു ചടങ്ങ് പോലെയാണ്. നമുക്കറിയാം, പ്രധാന പുരോഹിതൻ അന്ന് പണ്ട് ആരെങ്കിലുമൊക്കെ ദൈവദൂഷണം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാനസാന്തരത്തിൻ്റെ പ്രവൃത്തിയാണ് വസ്ത്രം കീറുക. വില കൂടിയ വസ്ത്രമൊക്കെ വലിച്ചു കീറിയിട്ട് അതിന് വിലയില്ല, ദൈവത്തിനാണ് വില എന്നുള്ളൊരു രീതിയിൽ ഒരു ചടങ്ങ്. വസ്ത്രം അങ്ങോട്ട് വലിച്ചു കീറി, പ്രധാന പുരോഹിതന്റെ മേൽവസ്ത്രം വലിച്ചു കീറിയിട്ട് ഇനി നമുക്ക് സാക്ഷികളെ കൊണ്ട് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ദൈവ തിരുമുമ്പിൽ യേശു ദൈവദൂഷണം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പ്രധാന പുരോഹിതൻ അതിന് മാപ്പി ചോദിക്കണം, അനുദപിക്കുകയാണ് വസ്ത്രം കീറിക്കൊണ്ട്. അപ്പോൾ ജോവൽ പ്രവാചകൻ പറഞ്ഞതാണ്, ഒരു ചടങ്ങല്ല, വെറും ബാഹ്യമായ വസ്ത്രമല്ല, നിങ്ങളുടെ ഹൃദയമാണ് കീറേണ്ടത്. ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് സകല മാലിന്യങ്ങളും. ഈശോ പലപ്പോഴും നമ്മൾ മത്തായി 12 ഓർപ്പിച്ചിട്ടുണ്ട്, 15. നമ്മുടെ ഉള്ളിലുള്ളതാണ് നമ്മളെ അശുദ്ധരാക്കുന്നത്. അപ്പോൾ ഈ നോമ്പെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമൊന്ന് പിളർക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ പുറത്തുകൊണ്ട് നല്ലൊരു കുമ്പസാരത്തിലൂടെ അനുതാപത്തോടെ നമ്മുടെ മാലിന്യങ്ങളെ, ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള എന്തെല്ലാം പാപങ്ങളാണ്, ദുരാത്മാക്കളാണ് നമ്മുടെ ആത്മാവിൽ കുടിയേറിയിരിക്കുന്നത്, അതിനെ പുറത്തു കൊണ്ടുവന്നിട്ട് നമ്മുടെ ഹൃദയം വസ്ത്രം കീറുന്നത് പോലെ ഹൃദയം ഒന്ന് കീറാൻ, അല്ലെങ്കിൽ ഹൃദയം ഒന്ന് തുറക്കാൻ. ഇന്ന് ആഗോള സഭയിലെ സങ്കീർത്തനം 51 അവിടെ പറയുന്നുണ്ടല്ലോ, പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. പിന്നെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, ബലികളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബലി അർപ്പിക്കുന്നതിൽ അങ്ങ് ഏറ്റവും നല്ല ബലി ദൈവത്തിന് മുമ്പിൽ നമ്മുടെ ജീവിതം തന്നെ സമർപ്പിക്കുന്ന, നമ്മൾ ചിന്തിച്ചു നമ്മളെ തന്നെ ബലിയായി സമർപ്പിക്കണം വിശുദ്ധ കുർബാനയിൽ. അപ്പം നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു പ്രക്രിയയാണ് ബലി. ആരാധന ഒരു ബലി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ശരീരത്തെ ദൈവത്തിന് മുമ്പിൽ അടിയറ വയ്ക്കുന്നതിനാണ് ആരാധന എന്ന് പറയുക. അത് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആഗ്രഹങ്ങൾ അനുസരിച്ച് പോകുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ആഗ്രഹം, അല്ലെ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് നമുക്ക് നിത്യജീവനിലേക്ക് പറുദീസയിലേക്കുള്ള വഴിയിലായിരിക്കാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരത്തെ ഒന്ന് അടക്കി വെക്കുകയാണ്, ഒന്ന് കെട്ടി വെക്കുകയാണ്. നമ്മുടെ ശരീരവും മനസ്സും കൂടിയാണ് നമ്മുടെ ഈ ലോകത്ത് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ജഡത്തിൻ്റെ മോഹങ്ങളും വായുത്തുന്നു എന്നൊക്കെ പറയുന്നത്, ദേഷ്യപ്പെട്ടാൽ ദേഷ്യപ്പെടുന്നതും കോപിക്കുന്നതും, നമ്മുടെ ശരീരത്തിന് ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിക്കുന്നത്, ശരീരത്തിന് ഇഷ്ടമുള്ളതല്ല തോന്നുമ്പോൾ തോന്നിയ പോലൊക്കെ ചെയ്യുന്നതും, നമ്മുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ ഒന്ന് അടക്കി വെക്കുന്ന, നമ്മൾ പണ്ടൊക്കെ ആശയടക്കം എന്ന് പറയാം. നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആഗ്രഹങ്ങളെ അടക്കി വെച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ ആഗ്രഹത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ നോമ്പ് കാലം. നമ്മുടെ ആത്മാവ് ഒരു വ്യക്തിയാണ്. നമ്മുടെ ശരീരം, അല്ലേ, നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം ആഗ്രഹങ്ങളാണെന്ന് ഓർത്ത് നോക്കി. നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം ആഗ്രഹങ്ങളാണ്, നമ്മുടെ മനസ്സിന് എന്തെല്ലാം ആഗ്രഹങ്ങളാണ്, ആശകളാണ്. നമ്മുടെ 3 തലമാണല്ലോ, ശരീരവും മനസ്സും ആത്മാവും. അപ്പം നമ്മുടെ ആത്മാവിന് വളരെയേറെ ആശകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. സംഗീതം 42, എൻ്റെ ആത്മാവേ നീ എന്തിനാണ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നത്? ശരീരവും മനസ്സും എപ്പോഴും മുന്നിൽ ഇങ്ങനെ എൻ്റെ കാര്യം നടന്നിട്ട് മതി എന്ന് പറയുമ്പോൾ ഒരിക്കലും ആത്മാവിൻ്റെ കാര്യം നടക്കുന്നില്ല. ആത്മാവെന്നും വിഷാദിച്ച് കഴിയുകയാണ്. അതുകൊണ്ടാണ് ഈ നോമ്പ് കാലത്ത് ശരീരവും മനസ്സിനെ ഒന്ന് അടക്കി വെച്ചിട്ട് ആത്മാവിനെ ഒന്ന് ദൈവത്തെ തേടുകയാണ്. ആത്മാവ് ദൈവത്തിൻ്റെ, നമ്മുടെ കുഞ്ഞ് അമ്മയെ, അല്ലേ, അമ്മയെ അപ്പനെയും കാണാതെ കരയുന്ന അവസ്ഥയെന്ന് ഓർത്ത് നോക്കി. സമൂഹം മുഴുവനും നിറയെ ആൾക്കാരുണ്ട്. പള്ളിയിൽ പോയിട്ട്, അല്ലെ, വലിയ പെരുന്നാളിന് പോയിട്ട് അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും വേർതിരിഞ്ഞു പോയ ഒരു കുട്ടിയുടെ കരച്ചിലെന്ന് ഓർത്ത് നോക്കി.
സംഗീതം പറയുന്നുണ്ട്, ഞാൻ വലിയ ജനക്കൂട്ടത്തോടൊപ്പം ദേവാലയത്തിലേക്ക് പോയി. അവിടെ വലിയ വാദ്യഘോഷങ്ങളും പാട്ടുമൊക്കെ നടക്കുമ്പോഴും എൻ്റെ ഉള്ളം കരയുകയായിരുന്നു. കാരണം എന്താ? എൻ്റെ ആത്മാവ് ദൈവത്തെ തേടുകയാണ്. ആ കുഞ്ഞ് അപ്പനെയും അമ്മയും തേടുന്ന പോലെ എല്ലാം നടക്കുമ്പോൾ, ലോകത്തിൻ്റെ എല്ലാ ആഘോഷങ്ങളും ആഡംബരങ്ങളും നടക്കുമ്പോഴും എൻ്റെ ആത്മാവ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് വളരെ ദൂരെയാണ്. അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ദൂരെയായൊരു കുഞ്ഞിനെ പോലെ എൻ്റെ ആത്മാവ്, കാരണം എൻ്റെ ശരീരവും എൻ്റെ മനസ്സും ദൈവത്തിൽ നിന്ന് വളരെ അകലേക്ക് എന്നെ കൊണ്ടുപോയി. ലോകത്തിൽ ദൈവവുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ എൻ്റെ ആത്മാവിന് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ സഭയിലായിരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് സഭ നൽകുന്ന ഈ കാലഘട്ടം നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമ്മളൊന്ന് സങ്കീർത്തനം 51 ഒരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. നമ്മൾ ഹൃദയം പൊട്ടിക്കരയുക എന്നൊക്കെ പറഞ്ഞില്ല. അനുതാപം, എൻ്റെ ദൈവമേ എനിക്ക് തെറ്റിപ്പോയി. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള സകല പാപ മാലിന്യങ്ങളെയും പുറത്താക്കാതെ ഹൃദയം ഒന്ന് പൊട്ടി അനുതാപത്തോടെ കരയുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ പാപമാലിന്യം മുഴുവനും യേശുവിൻ്റെ പാദങ്ങളിലൊന്ന് അടിയറ വയ്ക്കാൻ. എൻ്റെ ദൈവം, എത്രയും നാളും ഞാൻ നിന്നെ തേടുകയായിരുന്നു, എന്നാൽ എൻ്റെ ശരീരവും മനസ്സും എന്നെ വളരെ ദൂരെ നിന്നിൽ നിന്ന് കൊണ്ടുപോയി. എൻ്റെ ക്രിസ്തീയ ജീവിതം തന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മുടെ ലോകത്തിൻ്റെ കാര്യങ്ങൾ മാത്രം നേടാനായിട്ടുള്ള ഒരു പ്രക്രിയ പോലെ നമ്മൾ അറിയാതെ ആയിപ്പോയി. പൗലോസ് അവിടെ 1 കൊരിന്ത്യർ 15:19 പറഞ്ഞൊരു വചനമുണ്ട്, ഈ ലോകത്തിനു വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ മറ്റെല്ലാ മനുഷ്യരെക്കാളും, ദൈവത്തെ അറിയാത്ത മനുഷ്യരെക്കാളും നിങ്ങൾ നിർഭാഗ്യവാന്മാരാണെന്ന്. നമ്മൾ മനുഷ്യരാണ്, തീർച്ചയായിട്ടും നമുക്ക് ഈ ആഗ്രഹം ഒന്ന് സാധിക്കണം, ഈ ഒരു പ്രശ്നം ഒന്ന് മാറിക്കിട്ടണം. നമ്മളെ യേശു ക്രിസ്തുവിൽ പ്രത്യാശ, നമ്മുടെ എല്ലാ പ്രവൃത്തിയും നോർത്ത് എന്തെങ്കിലും കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മുടെ ഈശോ യോഹന്നാൻ 6:65 പറഞ്ഞു, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. അനേക വിശുദ്ധര് വളരെ ജീവിതത്തിന് വളരെ വളരെ ലേറ്റായി, വളരെ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞ ഒരു സത്യമാണത്. നമ്മളും ഇപ്പോഴും അറിയേണ്ട സത്യമാണ്. ഈ ശരീരത്തിന്റെ ഒരു കാര്യത്തിനും നിത്യതയിലേക്ക് പ്രവേശിക്കാതാണ് പൗലോസ് 1 കൊരിന്ത്യർ 15:50 പറഞ്ഞത്. ശരീരത്തിനോ ഈ ലോകത്തിലുള്ളതിനോ നിത്യതയിലേക്ക് കയറാൻ നമ്മൾ ഈ ലോകത്തിലുള്ള ഒന്നും നിത്യതയിലേക്ക്, ഇതെല്ലാം ഇവിടെ ചാമ്പലായി പോകുന്നു. നമ്മൾ ഇത്രയും നാൾ അധ്വാനിച്ച് ഇതെല്ലാം വെറുതെ പോകുന്നതാണ്, കത്തിച്ചാമ്പലാകുന്നതാണ്. നമ്മുടെ ആത്മാവും നമ്മുടെ നന്മകൾ മാത്രമാണ് നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കുകയാണ്, നമുക്ക് ഈ ലോകത്ത് വേണം ജീവിക്കണം, വീട് വേണ്ടേ, വണ്ടി വേണ്ടേ, കാറ് വേണ്ടേ, മക്കളെ കെട്ടിക്കണ്ടേ, ഇതെല്ലാം വേണം. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ആത്മാവിന് സ്വസ്ഥമായിരിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു മരണമെന്ന് പറയത്തില്ലേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ആത്മാവ് നിത്യതയിലേക്ക് പോകാനായി ഒരുങ്ങിയിരിക്കുന്ന അബ്രാഹത്തിന്റെ അന്ത്യം യിസ്ഹാക്കിനൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തെങ്കിലേക്ക് പിതാക്കന്മാരോട് ചേർന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ നമ്മളിന്ന് ചിന്തിക്കുന്നത്, നമ്മൾ തിരിച്ചു പർദീസായിലേക്ക് നമ്മുടെ ശരീരമില്ല, നമ്മുടെ ആത്മാവാണ് പ്രവേശിക്കേണ്ടത്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പായി നമ്മൾ മരിക്കുകയാണെങ്കിൽ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ മരിക്കേണ്ട. ഈ ശരീരം നൊടിയിടുകൊണ്ട് നമ്മൾ വിശുദ്ധിയിലാണെങ്കിൽ, ഈ ശരീരം നൊടിയിടുകൊണ്ട് യേശുവിൻ്റെ ശരീരം താബോർ മലയിൽ രൂപാന്തരപ്പെട്ടതുപോലെ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതയാൽ അവനിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, വിശുദ്ധി ജീവിക്കുകയാണെങ്കിൽ, നമ്മുടെ ഈ ശരീരം നൊടിയിടുകൊണ്ട് ഒരു രൂപാന്തരപ്പെട്ട് യേശുവിൻ്റെ ശരീരം പോലെ ആയിത്തീരും. യോഹന്നാൻ 1 യോഹന്നാൻ 3 പറയുന്നുണ്ട്, നാം അവൻ്റെ പ്രത്യക്ഷതയിൽ നാം അവനെ പോലെ ആയിത്തീരും. കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, പിതാവായ ദൈവം നമ്മളെ തൻ്റെ പുത്രന്റെ രൂപം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിലേക്ക്, അല്ലെ, മക്കളാണ് അവകാശികൾ. നമ്മൾ ദൈവമക്കളാകുന്ന ദൈവത്തിന്റെ ഏകജാതനായ യേശു ക്രിസ്തുവിന്റെ രൂപം നമുക്ക് തരികയാണ് യേശു ക്രിസ്തു. നമുക്ക് അങ്ങോട്ട് കയറാനുള്ള പാസ് അതാണ്. നമ്മുടെ രൂപം യേശുവിൻ്റെതായിട്ട് മാറണം. അത് നമുക്ക് നമ്മുടെ ഉള്ളിൽ തീജ്വാലയായ മാമോദീസായിലൂടെ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തു എന്നൊക്കെ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞവരാണ്. നമ്മുടെ ഉള്ളിൽ ഈ തീജ്വാല, സ്നേഹത്തിന്റെ തീജ്വാല ഉണ്ടെങ്കിൽ നമുക്ക് ഈ തീയിലൂടെ അങ്ങോട്ട് തീ കടന്നു കയറാം. അവർ അഗ്നിയിലൂടെ ശുദ്ധീകരിക്കപ്പെടും നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം എന്ന് പൗലോസ് വേറെടുത്ത് പറയുന്നുണ്ട്.
ഈ പറുദീസയുടെ വാതിക്കൽ കറങ്ങുന്ന ആ അഗ്നിയിൽ ചിലർ പെട്ടുപോകും. ഞാൻ വിചാരിക്കുന്ന ശുദ്ധീകരണ സ്ഥലം എന്നൊക്കെ പറഞ്ഞാണ്. നിങ്ങൾ ധനവാനോട് വലിയ തീജ്വാലയിൽ പെട്ടുപോയെന്നാ പറയുന്നത്. അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. പാവപ്പെട്ടവനായ ലാസർ തീയിൽ നിന്ന് വളരെ ദൂരെ അബ്രാഹത്തിന്റെ മടിയിൽ ദൈവസ്വരം കേൾക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉയർത്തപ്പെട്ടെങ്കിൽ ഈ ധനവാൻ ആ തീയിൽ പെട്ടുപോയി. അവിടെ കയറാൻ പറ്റിയില്ല അങ്ങോട്ട്. അപ്പൊ നമ്മളുടെ ജീവിതം ഒരു തീയായി മാറുമ്പോൾ തീയിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. പൗലോസ് പറയുന്നുണ്ട്, നമ്മൾ വെറും കച്ചിയോ വൈക്കോലോ കടലാസോ ഒക്കെ ആണെങ്കിൽ ആ തീയിലൂടെ കടന്ന് ചാമ്പലായി പോകും. നമ്മളും തീയായി മാറണം. മാമോദീസായിൽ നമുക്ക് അവൻ നമ്മളെ തീയാക്കി മാറ്റിയത്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്ഥാനപ്പെടുത്തും. അഗ്നിക്ക് മാത്രമേ അഗ്നിയിലൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ. അത് നമ്മളെ ഉള്ളിൽ സ്നേഹത്തിന്റെ തീയാണ്, പറഞ്ഞല്ല. ആ സ്നേഹത്തിന്റെ തീയായി നമ്മൾ മാറും. നമ്മൾ ഈ ലോകത്തില് ഒരു ശരീരത്തിൽ വന്നത്, ദൈവം നമ്മളെ ഈ ശരീരത്തിലായിരിക്കുമ്പോൾ ദൈവം തന്നെ സമയത്തിന്റെ തികവിൽ ഇറങ്ങി വന്നുകൊണ്ട് ദൈവം ശരീരമെടുത്ത്, അല്ലെ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ആത്മാവായി ഒന്നിച്ചായിരുന്ന ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആത്മീയ തലത്തിൽ ഒന്നിച്ചായിരുന്നു നമ്മളെ ആദ്യത്തെ സൃഷ്ടിച്ചപ്പോൾ. മനുഷ്യരായി നമ്മളെ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടിട്ട് നമ്മളെ ഒറ്റയ്ക്കാക്കിയില്ല. സാത്താന് നമ്മളെ അടിമകളാക്കി മാറ്റാൻ സാധ്യതയുള്ള ഈ ഭൂമിയിലേക്ക് ദൈവം തന്നെ നമ്മുടെ രൂപമെടുത്തുകൊണ്ട് ഇറങ്ങി വന്നു. യേശു ക്രിസ്തു മനുഷ്യരൂപമെടുത്തുകൊണ്ട് ഇറങ്ങി വന്നു. മനുഷ്യരായ നമ്മളുടെ ജീവിതത്തിൽ ഉള്ള സകല പാപങ്ങളും സകല അശുദ്ധിയും ശരീരമെടുത്ത യേശുവിന്റെ ശരീരത്തിലേറ്റ അടികളും ശിക്ഷയും മുഴുവനും നമ്മുടെ പാപത്തിന്റെ നമ്മുടെ ശരീരത്തിൽ ചെയ്തല്ലേ. എല്ലാവരും പാപം ചെയ്യുന്നത് ശരീരത്തിലാണ്. മനസ്സിൽ ചിന്തിച്ച് പാപപ്രവൃത്തി ശരീരത്തിലാണ് പ്രകടമാകുന്നത്. എന്തു പാപമാണെങ്കിലും അത് ശരീരത്തിലാണ് പ്രകടമാകുന്നത്, പ്രവൃത്തിയായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രകടമായ പാപത്തെ ഇല്ലാതാക്കണമെങ്കിൽ ദൈവം ശരീരമെടുത്തുകൊണ്ട്, യേശു ശരീരത്തിൽ നമ്മൾ അനുഭവിച്ച പാപ ജഡിക സുഖങ്ങൾക്ക് പകരമായി, അല്ലേ, പാപത്തിന് ഭയങ്കര ആസ്വാദ്യതയാണ്. ഒറ്റ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമല്ലേ. പണ്ടത്തെ കാര്യം ഇപ്പോഴല്ലേ പറഞ്ഞത്. പണ്ടൊക്കെയാണ് നമ്മളൊക്കെ അറിയേണ്ടത്, ഞാൻ പറ്റിപ്പോയല്ലോ എന്നൊക്കെ, സംഭവം പറയാൻ പാടില്ലായിരുന്നൊക്കെ. പണ്ട് നമ്മൾ ആ ലാമക്ക് ഇല്ലേ, ആ കായൻ്റെ 5-ാം തലമുറക്കാരും പറയുന്നത്, എടി ഞാനിന്ന് വന്ന വഴിക്ക് ഒരുത്തന്നെ ഒറ്റ അടിക്കുക, താഴെയിട്ടാണ് ഒറ്റ അടിക്കുക, അവൻ പെടഞ്ഞ് മരിക്കുന്നവർ സന്തോഷിച്ച് ഞാൻ വന്നിരിക്കുന്നു. നമ്മളിലുള്ള ജഡികത, പൈശാചികമായ സ്വാധീനമുള്ള ഒരു ജീവിതത്തിൽ അങ്ങനെയാണ്. അനേകരിന്ന് കൊലയുമായി അടക്കുകയാണ്. അവർ സന്തോഷിക്കുന്ന ആരെങ്കിലുമൊക്കെ പിടഞ്ഞ് മരിക്കുന്ന കണ്ടാണ്. ആരെങ്കിലുമൊക്കെ വേദനയോടെ നിലവിളിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്നവരാണ് അനേകർ. സാത്താന്റെ കാഴ്ചപ്പാടാണ്. അതിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്ന ശരീരത്തിൽ യേശു വന്നിട്ട് എന്താ, മൗനമായി നിന്നുകൊണ്ട് ഒരു വർഷം പറയുന്നില്ല. തിരിച്ചു പറഞ്ഞാൽ പല കാര്യങ്ങളും പറയാൻ പ്രേരിപ്പിക്കുന്ന, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. അതെല്ലാം സഹനത്തോടെ അവന്റെ ശരീരത്തിലേറ്റ അടികൾ മുഴുവനും നമ്മളെ ഏൽക്കേണ്ട ശിക്ഷയായിരുന്നു. സാത്താൻ മനുഷ്യരിലൂടെ യേശുവിനെ ആക്രമിച്ചപ്പോൾ ഓരോ മനുഷ്യനും ഏൽക്കേണ്ട ശരീരത്തിൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ, അല്ലേ, അവൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് യേശു പറഞ്ഞത്. രോഗങ്ങളായി, സഹനങ്ങളായി, പ്രശ്നങ്ങളായി, ബുദ്ധിമുട്ടുകളായി, നിരാശയായി, എന്തെല്ലാമാണ് സാത്താൻ ശിക്ഷ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. അതെല്ലാം യേശു ഏറ്റെടുത്തുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ മുതൽ കുരിശിൽ മരിക്കുന്നത് വരെ ഓരോ മനുഷ്യനും പോകേണ്ട അവസ്ഥകളെ യേശു തന്നിലേക്ക് ഏറ്റെടുത്തു. അവൻ നമുക്ക് വേണ്ടി പാപമായി, ശാപമായി മാറി. യേശുവേ പറഞ്ഞു, നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത്. അതിനാണ് അവൻ ശരീരം എടുത്തു വന്നത്. നമ്മുടെ ശരീരത്തിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പാപങ്ങളെ മായ്ക്കാൻ ഈ ഭൂമിയിൽ നമുക്ക് ആർക്കും സാധിക്കാത്തതുകൊണ്ട് ദൈവം തന്നെ ശരീരമെടുത്തുകൊണ്ട് ഭൂമിയിലേക്ക് വന്ന്, ആ ശരീരമാണ് യേശു കാൽവരിയിൽ അതികഠോരമായ കുരിശ് തൂങ്ങിക്കിടക്കുന്ന ക്രൂശിത രൂപം. അത് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമാണ്. സാത്താന്റെ കയ്യിൽ പീഡിപ്പിക്കപ്പെട്ട് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തു. നമ്മളെ റോമർ 8 വചനം പറഞ്ഞു, ഇപ്പോൾ യേശു ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. There is no condemnation for those who are in Christ Jesus now. ഞാൻ യേശുവിൻ്റെതാണ്, യേശുവിൻ്റെ ആത്മാവാണ് എൻ്റെ ഉള്ളിലുള്ളതെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ശിക്ഷാവിധിയില്ല. കാരണം യേശു നമുക്ക് പകരമായി അത് ഏറ്റെടുത്തു. അതുകൊണ്ടാണ് അവന് ശരീരമെടുക്ക് വന്നത്. ആ ശരീരമെടുത്ത് വന്നിട്ട് നോർത്ത് നോക്കി, നമുക്ക് വേണ്ടി മരിച്ചിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു പോയിട്ട്, പിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു പോയിട്ട്, പിതാവിൻ്റെ സ്നേഹമായ യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിലൂടെ പിതാവിൻ്റെ സ്നേഹം നമ്മുടെ, ഞാൻ ഇന്നലെ ഓർപ്പിച്ചു, ഭൂമിയിലെ ശിഷ്യന്മാരുടെ കൂടെ, അപ്പസ്തോലന്മാരുടെ കൂടെ നടന്നു, അവരെ സ്നേഹിച്ചു,
കൂടെ നടന്നു, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. പക്ഷെ അവരുടെ ആത്മാവിൽ പ്രവേശിക്കാനായിട്ട്, മനുഷ്യന്റെ ആത്മാവിൽ പ്രവേശിക്കാൻ ദൈവത്തിന് അപ്പോഴും സാധിച്ചിരുന്നില്ല. നമ്മുടെ ഈ ശരീരത്തെയും മനസ്സിനെയും ആക്രമിക്കുന്ന അടിമത്തത്തിൻ്റെതായ മേഖലകളെ സാത്താൻ അതിന്റെ ആധിപത്യങ്ങളെ യേശു കാൽവരിയില് അവൻ അവഹേളന പാത്രമാക്കി അതിന്റെ സാത്താന്റെ തലയിൽ ചവിട്ടി നിന്ന കുരിശിൽ യേശു സാത്താനെ പരാജയപ്പെടുത്തിയപ്പോൾ നമ്മുടെ ഉള്ളം ദൈവ ആലയമാക്കി മാറ്റി. എന്നിട്ടാണ് പന്തക്കോസ്താ നാളിൽ ത്രിത്വൈക ദൈവം എന്ന് ഞാൻ പറയും പരിശുദ്ധാത്മാവായി ഇറങ്ങി വന്നുകൊണ്ട് പന്തക്കോസ്താ നാളിൽ തീജ്വാലയായി ഒരു നിമിഷത്തെ കാണപ്പെട്ടു. അവരുടെ ആത്മാവിലേക്ക് കടന്നു വന്ന അപ്പസ്തോലന്മാരുടെ അതാണ് തിരുസഭ. യേശു ആത്മാവായി, ദൈവം ആത്മാവായി ഉള്ളിൽ വസിക്കുന്ന ഒരു സമൂഹമാണ് തിരുസഭ. നമ്മളത് അറിയണം, അത് നമ്മൾ വിശ്വസിക്കണം. എന്ത് കാരണമായിട്ട് നമ്മളോട് സാത്താൻ പറയും നിന്റെ ഉള്ളിൽ യേശു ഇല്ല, ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ അത് നുണയാണ്. കാരണം യേശു നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്, അല്ലെ? നമ്മൾ ഇന്നലെയൊക്കെ ചിന്തിച്ചാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയപ്പോൾ മൊത്തമായി ആസ് ഈസ് എന്നൊക്കെ പറയാതെ വീടൊക്കെ വിൽക്കുമ്പോൾ അത് അങ്ങനെ വിൽക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണം മേടിച്ചാൽ മതി, ഇത് പൊളിഞ്ഞു കിടക്കുകയാണ് അങ്ങനെ വിൽക്കുന്നത്, എല്ലാം അങ്ങനെ വിൽക്കാറുണ്ട്, ചിലർ നന്നാക്കി വിൽക്കാറുണ്ട്. യേശു നമ്മളെ മേടിച്ചത് ആസീസ് ആയിരിക്കുന്നത് പോലെയാണ്. നമ്മുടെ സകല പാപങ്ങളോടും നമ്മളുടെ സകല ശാപങ്ങളോടും നമ്മളുടെ എവിടെ നിന്ന് എന്തെല്ലാം തലമുറ പിതാക്കന്മാര് കുടുംബങ്ങള് എന്തെല്ലാം നമ്മളിലൂടെ അതെല്ലാം കൂടെ യേശു മൊത്തമായി നമ്മളെ വിലയ്ക്ക് വാങ്ങി. അതിനാണ് വിശ്വാസം അറിയേണ്ടത്. നമ്മുടെ ഉള്ളിൽ കുറ്റബോധം ഇനി ആവശ്യമില്ല. നമ്മൾ അവൻ്റെ വാക്കിൽ, അവൻ്റെ വചനത്തിൽ, അവൻ്റെ വഴിയിൽ നടന്നാൽ മതി. അവൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് അവൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തെയും മനസ്സിനെയും നയിക്കണം. അതാണ് ജഡത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ഇനി പോകേണ്ടവരല്ല. റോമർ 8 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ജഡിക പ്രവണതകൾ അനുസരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ മുമ്പത്തെ ആഗ്രഹങ്ങളുണ്ടല്ലോ, പണ്ടത്തെ ആഗ്രഹങ്ങൾ കണ്ണുകൊണ്ട്, ശരീരം കൊണ്ട്, കൈ കൊണ്ട്, കാലുകൊണ്ട്, ഇന്നലെ പറഞ്ഞില്ലേ വെട്ടിക്കളയുക, നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതൊരു അവയവം ഇല്ലാതാകുന്നതാണെന്നൊക്കെ. അപ്പൊ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ പാപം ചെയ്ത് നരകത്തിൽ പോകാതിരിക്കാൻ നമ്മുടെ ശരീരത്തെ, നമ്മുടെ ജഡത്തിന്റെ പാപങ്ങളെ, നമ്മുടെ യൗവനത്തിലെ പാപങ്ങളെ, കഴിഞ്ഞ കാലം നമുക്ക് പറ്റുപോയ സകല വീഴ്ചകളെയും യേശുവിൻ്റെതാണ് ഇപ്പോൾ, നമ്മുടേതല്ല. അവൻ വിലയ്ക്ക് വാങ്ങിപ്പോൾ. നമ്മുടെ ഒരു വണ്ടി, അല്ലേ, നമ്മളൊരു വണ്ടി വിലയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പ്രശ്നം നമ്മുടെ ആ പ്രശ്നം തീർന്നത് മേടിച്ചവരുടെ, ഒരു വീട് മേടിച്ചവരുടെ ആ പ്രശ്നം. യേശു നമ്മളെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ നമ്മൾ അറിയേണ്ട, വിശ്വാസി അറിയേണ്ട കാര്യം ഇതാണ്: എൻ്റെ സകല പാപങ്ങളും കൂടിയാണ് അവൻ വിലയ്ക്ക് വാങ്ങിയത്. എൻ്റെ സകല കുഴപ്പങ്ങൾ എൻ്റെ മക്കളുടെ, എൻ്റെ കുടുംബത്തിന്. ഞാൻ ഓർപ്പിച്ചു, നോഹ നീതിമാനാണ്, പക്ഷെ നോഹയുടെ ഭാര്യയും 3 ആമക്കളെ അവരുടെ ഭാര്യമാരെയും കൂടെ 8 പേരെ പെട്ടകത്തിൽ കയറ്റി. യേശു മൊത്തമായി, അങ്ങനെയാണ് യേശു ദൈവം. അപ്പൊ നമ്മളുടെ സകല അവൻ മൊത്തമായി നമ്മളെ വിലയ്ക്ക് വാങ്ങി. അപ്പോൾ നമ്മുടെ പാപങ്ങളും ശാപങ്ങൾ ഇപ്പോൾ അവൻ കാൽവരിയിൽ അതിന് 2000 വർഷം മുമ്പ് പരിഹാരം ചെയ്തു കഴിഞ്ഞതാണ്. നമ്മൾ അതോർത്ത് ഇനി നിരാശപ്പെട്ടിരിക്കരുത്, സന്തോഷിക്കുന്നത്. ദൈവമേ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെതായ സകല കുറവുകളെയും, എൻ്റെ മക്കളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയുമായ സകലതിനെയും നീ കാൽവരിയിൽ ഏറ്റെടുത്തതിനെ ഇല്ലാതാക്കിയതിനെ ഓർത്ത് നന്ദി പറയും. ഓർത്ത് വയ്ക്കുക, നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ നമ്മൾ നിരാശയിരുന്നപ്പോൾ നമ്മൾ പറയും എൻ്റെ പ്രാർത്ഥന ഇപ്പോൾ ദൈവം കേട്ടോ, ഒത്തിരി മാറ്റമുണ്ട്. എൻ്റെ ഭാര്യയ്ക്കല്ല, എൻ്റെ ഭർത്താവിന്, എൻ്റെ മക്കൾക്കൊക്കെ ഒത്തിരി മാറ്റമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ചെന്ന് അതിൻ്റെ അർത്ഥം. ഇത്രയും നാൾ നമ്മൾ റോമർ 8 പറഞ്ഞല്ലോ, ഭയത്തിൻ്റെ അടിമകളായിരുന്നു. നമ്മളിങ്ങനെ പേടിച്ച്, ശരിയാകോ ഇത്, എൻ്റെ ഭാര്യ ശരിയല്ല, എൻ്റെ ഭർത്താവ് ശരി, എൻ്റെ മക്കൾ ശരിയല്ല, ഞങ്ങളുടെ കുടുംബം നശിച്ചു പോകുമെന്ന് പേടിച്ചു കഴിഞ്ഞിരുന്നു നമ്മൾ. യഥാർത്ഥത്തിൽ യേശു നമ്മളെ വിലയ്ക്ക് വാങ്ങുകയാണെന്ന് അറിയാതെ നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് ദൈവത്തെ അബ്ബാ എന്ന് വിളിക്കാൻ തക്കമാണ് യേശു ക്രിസ്തുവിൻ്റെ പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും രക്ഷയുടെ അനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ടത് നമ്മൾ മറ്റെന്തിനേക്കാളും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചെന്നുള്ളതാണ്. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. യേശു നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുടുംബാംഗങ്ങളെ വീണ്ടെടുത്തതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ആ രക്ഷയുടെ അനുഭവം യേശു ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, അവനെ സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവെന്നല്ലോ യോഹന്നാന്റെ സുവിശേഷം 1:12. അതുകൊണ്ട് നമ്മൾ ഈ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിയണം, നമ്മുടെ ശരീരത്തിൻ്റെ ഇഷ്ടം ഈ 50 ദിവസം അല്ല കേട്ടോ, ഇന്നെന്നുള്ള ദിവസം അല്ല കേട്ടോ, ഇനി മരിക്കുന്നത് വരെ. കുംഭസാരത്തിൽ പറഞ്ഞതല്ലേ, കള്ളം പറയും നമ്മളെപ്പോഴും. ഇനി മരിക്കുന്നത് വരെ ഞാൻ ഈ പാപം ചെയ്യുകയില്ല എന്നുള്ള ഒരു നിമിഷം മനസ്താപപ്പെടാൻ നമ്മൾ ഏറ്റു പറയുന്നു. ആ ഒരു തീരുമാനം, കർത്താവേ, മരിക്കുന്നത് വരെ ഇനി എൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് ഞാൻ പോകില്ല,
എൻ്റെ ആത്മാവിൻ്റെ ആഗ്രഹങ്ങൾ ജീവിക്കാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. എൻ്റെ ആത്മാവ് തീജ്വാലയിൽ കിടക്കേണ്ടതല്ല. ആ തീജ്വാല കടന്നുകൊണ്ട് അബ്രാഹത്തിന്റെ മടിയിലേക്ക്, ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. സംഗീതം 130 നമ്മൾ മരിച്ചവർക്കുള്ള ഒപ്പീസിൽ, ദൈവമേ അഗാധത്തിൽ ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു, എൻ്റെ യാചനയുടെ സ്വരങ്ങൾ. അഗാധം വളരെ ദൂരെയാണ് ദൈവത്തിൽ നിന്നും എൻ്റെ ആത്മാവ്. മരിച്ചവർക്കുള്ള ഒപ്പീസിൽ നമ്മൾ വളരെ ദൂരെ ആയിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ശുദ്ധീകരാത്മാക്കൾ അല്ലെ എവിടെയാണ് ആത്മാവ് അറിയില്ല. ദൈവത്തിന് വളരെ ദൂരെയാണെങ്കിൽ ദൈവന്റെ യാചനയുടെ ശബ്ദം കേൾക്കണമേ എന്ന് പറഞ്ഞാണ് നമ്മൾ ഒപ്പീസിൽ സംഗീതം 130 പ്രാർത്ഥിക്കുന്നത്. നമ്മൾ യേശു ക്രിസ്തുവിലാണെങ്കിൽ അവൻ്റെ ആത്മാവിലേക്ക്, നിത്യതയിലേക്ക് നാം പ്രവേശിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ആ തീയിൽ കുരുങ്ങിക്കിടക്കും. അത് നരശുദ്ധീകരണ സ്ഥലമെന്നൊക്കെയൊക്കെയാണ് വിളിച്ചത്. നമ്മൾ നീ എന്നോട് പറുദീസാലായിരിക്കുന്ന അനുതാപത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് എന്നെ കൂടി ഓർക്കണമെന്ന് യേശു ക്രിസ്തുവിലായിരിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയാണ്. ആ നല്ല കള്ളൻ യേശുവിൻ്റെ മുമ്പിലാണ് പറഞ്ഞത്. യേശുവിനോട് ഒരു കുമ്പസാരമായിരുന്നു ആ കുരിശിൽ കിടന്നുകൊണ്ട്. ഞാൻ പറയും, നമ്മളിന്ന് സഭയിൽ ഒരു കുമ്പസാരക്കൂട്ടിൽ ഈശോ തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് നമ്മൾ സംശയിക്കരുത്. കുർബാന അർപ്പിക്കുമ്പോൾ ആ കുർബാനക്കുപ്പായിട്ട് വന്നിരിക്കുന്നത് ഈശോ തന്നെയാണ്. നമ്മൾ ആ ഒരു അറിവിലേക്കാണ്, വിശ്വാസത്തിലേക്കാണ് വരേണ്ടത്. നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അവനെ നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമ്മുടെ വായിൽ അപ്പക്കഷ്ണമായി അല്ലെ മുന്തിരിച്ചാറിന്റെ രുചിയും അപ്പത്തിന്റെ രുചിയൊക്കെയാണ്. പക്ഷെ അവൻ നമ്മുടെ ആത്മാവിലേക്ക് കടന്നു, നമ്മുടെ ആത്മാവിന്റെ ആനന്ദമായി, ആത്മാവിന്റെ ഭക്ഷണമായി, ആത്മാവിന്റെ ആനന്ദമായി നമ്മുടെ ആത്മാവിലേക്ക് അവൻ കടന്നു വരികയാണ് വിശുദ്ധ കുർബാനയിൽ. ഒരു വ്യക്തിയായി നമ്മുടെ ആത്മാവ് ഒരു വ്യക്തിയാണ്. നമ്മുടെ ശരീരം, നമ്മളൊരു വ്യക്തിയല്ലേ. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ നമ്മൾ വ്യക്തിയായിട്ട് നമ്മുടെ ആത്മാവ് ഒരു വ്യക്തിയാണ്, ഒരു പേഴ്സണാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, ആത്മീയ വ്യക്തി. യേശുവിനെ ഭൂമിയിൽ ശരീരത്തിൽ കണ്ടതുപോലെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. നമ്മുടെ ആത്മാവാകുന്ന വ്യക്തിത്വത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായി നമ്മളിൽ വസിക്കുകയാണ്. അതിന് കുറവ് വന്നതിന് പരിഹാരമായി നമ്മൾ മാപ്പി ചോദിച്ചുകൊണ്ട് കുമ്പസാരം നീ 50 കടന്നുമ്പോൾ നല്ലൊരു കുമ്പസാരത്തിലൂടെ ദൈവമേ ഇല്ലേ ഇന്ന് ദാവീദ് പറഞ്ഞു, ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ, രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ എന്ന്. അതേ പ്രിയമുള്ളവരെ, നമ്മൾ അറിവോടെ വേണം. ചുമ്മാ ഇങ്ങനെ 50 അല്ലേ അങ്ങനെ എന്താ ആർക്കറിയാം എന്താ നമ്മൾ നല്ല അറിവോടെ എന്താ ചെയ്യുന്നുള്ള അറിവോടെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവും ബുദ്ധിയും അറിവും ആലോചനയും ഒക്കെ നൽകണം. പരിശുദ്ധാത്മാ ഞാൻ 50 കടന്നു പോകുമ്പോൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നുള്ള നല്ലൊരു അറിവ് തന്നെ ഞങ്ങൾക്കും തിരുസഭയ്ക്കും. പരിശുദ്ധ പരമാം ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.